Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. A friend, ഒരു സുഹൃത്ത്. ഇഞ്ചക്റ്റഡ്. ഇഞ്ചക്റ്റ് എന്നാൽ ഇവിടെ ഉള്ളിൽ കടത്തുക എന്നാണ് അർത്ഥം. കുത്തിവെക്കുക, ഉള്ളിൽ കടത്തുക, ഇതൊക്കെയാണ് അർത്ഥം. എയർ കുത്തിവച്ചു. ഇൻറ്റു എന്നാൽ ഉള്ളിലേക്ക്. ഇൻറ്റു എ കൊളീഗ്സ് റെക്റ്റം. കൊളീഗ് എന്നാൽ സഹപ്രവർത്തകൻ എന്നാണ് അർത്ഥം. കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി. റെക്റ്റം എന്നാൽ മലാശയം എന്നാണ് അർത്ഥം. വലിയ കുടലിൻ്റെ അവസാന ഭാഗം. കൊളീഗ്സ് റെക്റ്റം എന്നാൽ സഹപ്രവർത്തകൻ്റെ മലാശയം. ഒരു സുഹൃത്ത് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ്റെ മലാശയത്തിലേക്ക് എയർ കുത്തി നിറച്ചു. വായു കുത്തി നിറച്ചു. ആസ് എ ജോക്ക് എന്നാൽ തമാശ. ഒരു തമാശയായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അറ്റ് ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് വച്ചാണ് ഒരു തമാശയായിട്ടാണ് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ മലാശയത്തിലേക്ക് എയർ കുത്തി നിറച്ചത്. ദി എൽഡർലി മാൻസ് ബോഡി. എൽഡർലി മാൻ എന്നാൽ പ്രായമായ പുരുഷൻ എന്നുള്ള അർത്ഥം. ഈ പ്രായമായ പുരുഷൻ്റെ ശരീരം അണ്ടർവെൻറ്റ് എന്നുള്ളത് അണ്ടർഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് അണ്ടർവെൻറ്റ്. അണ്ടർഗോ എന്നാൽ സഹിക്കുക, അനുഭവിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ആയിത്തീരുക, ഇതൊക്കെയാണ് അർത്ഥം. അണ്ടർവെൻറ്റ് ആയി മാറി, അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം ഇത്തരത്തിലായി. സച്ച് ചേഞ്ചസ്, എങ്ങനെയുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? അത്തരത്തിലുള്ള മാറ്റങ്ങൾ. ദാറ്റ് ഈവൻ ഡോക്ടേഴ്സ് ഷഡർ എന്നാൽ കിടുങ്ങുക, വിറയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഞെട്ടുക. ഡോക്ടർമാർ പോലും ഞെട്ടി. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ആയി മാറി. ഡോക്ടർമാർ ഞെട്ടി വിറയ്ക്കാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം വിധേയമായി. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറ്റം മാറി. ആഫ്റ്റർ സീയിങ് ദ എക്സ്റേ റിപ്പോർട്ട്. കണ്ടതിന് ശേഷം ദ എക്സ്റേ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഡോക്ടർമാർ പോലും ഞെട്ടിവിറച്ചു. അതിനു മാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം വിധേയമായി. ഈ പ്രായമായ പുരുഷൻ്റെ ശരീരം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മലാശയത്തിലേക്ക് എയർ കുത്തി നിറച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം അതിനുമാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം അനുഭവിച്ചു. ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി എക്സ്റേ റിപ്പോർട്ട് കണ്ടതിന് ശേഷം. ഹി വാസ് വർക്കിംഗ്. അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ദ നൈറ്റ് ഷിഫ്റ്റ്. അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ബൈ ഡോൺ എന്നാൽ പ്രഭാതം എന്നാണ് അർത്ഥം. സൂര്യൻ ഉദിക്കുന്നതുവരെ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. രാത്രി അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ദ 50-year-old മാൻ. ഈ 50 വയസ്സ് പ്രായമായിട്ടുള്ള പുരുഷൻ. ഹാഡ് ഫാളൻ അസ്ലീപ്പ് എന്നാൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഹാഡ് ഫാളൻ അസ്ലീപ്പ്. അദ്ദേഹം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇൻസൈഡ് ദ മിൽ. ആ മില്ലിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ മില്ലിൽ അദ്ദേഹം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രാത്രി ജോലിയിലായിരുന്നു. പ്രഭാതം വരുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്ദേഹം ജോലിയിലായിരുന്നു. ഈ 50 വയസ്സ് പ്രായമുള്ള പുരുഷൻ. ഇദ്ദേഹം ഉറക്കത്തിലാണ്ടോ. ഹിസ് കോവർക്കേഴ്സ് എന്നാൽ ഒരു കമ്പനിയിലോ അതല്ലെങ്കിൽ ഒരു ഓഫീസിലോ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുതന്നെയാണ് അർത്ഥം. ഹിസ് കോവർക്കേഴ്സ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ. ഓഫൺ പലപ്പോഴും പ്ലേഡ് പ്രാങ്ക്സ് ഓൺ ഹിം. പ്രാങ്ക് എന്നാൽ തമാശ പ്രയോഗം. അദ്ദേഹത്തിൻ്റെ കൂടെ തമാശയായിട്ടുള്ള ഓരോ പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അദ്ദേഹത്തോട് ചെയ്യാറുണ്ടായിരുന്നു. സംടൈംസ്, ചില സമയങ്ങളിൽ. ക്രോസിംഗ് ദ ലൈൻ, പലപ്പോഴും ചില സമയങ്ങളിൽ അതിൻ്റെ പരിധി ലംഘിക്കാറുണ്ട്. അത്രമാത്രം ഈ തമാശകൾ, ഈ പ്രാങ്ക് അതിരു കടക്കാറുണ്ട്. ഹി ഹാഡ് ഈവൻ ഇൻഫോംഡ് ദ മിൽ അതോറിറ്റീസ് അബൌട്ട് ദിസ്. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. ഇൻഫോംഡ് എന്നാൽ അറിയിച്ചിരുന്നു. അതോറിറ്റീസ് എന്നാൽ അധികാരികൾ. ആ മില്ലിലെ അധികാരികളെപ്പോലും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തെ പറ്റിയിട്ട്. അദ്ദേഹത്തോട് ഈ പ്രാങ്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആ മില്ലിലെ അധികാരികളോട് പോലും
അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൺ സൺഡേ, എന്നാൽ പക്ഷേ ഞായറാഴ്ച ദിവസം എ ട്രാജിക് ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ട്രാജിക് ഇൻസിഡൻറ്റ് എന്നാൽ ദാരുണമായ സംഭവം എന്നുള്ള അർത്ഥമാണ്. ഒരു ദാരുണമായിട്ടുള്ള സംഭവം സംഭവിച്ചു. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. ഇറ്റ് ഈസ് അലേജ്ഡ് ദാറ്റ്, ആരോപിക്കപ്പെടുന്നത്. പത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്രക്കാർ പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് അലേജ്ഡ് ദാറ്റ്. എന്താണ് ആരോപിക്കപ്പെടുന്നത്? ഇതാണ്. ജ്യൂട്ട് മിൽ എന്നാൽ ചാണകനാരുമിൽ എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിലുള്ള ഒരു മില്ലിൽ, ജ്യൂട്ട് മില്ലിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അതിനിടെ വൈൽ വർക്കിംഗ് അറ്റ് ദ ജ്യൂട്ട് മിൽ, ഈ ജ്യൂട്ട് മില്ലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിൽ, വൈൽ എന്നാൽ അതിനിടയിൽ. ആസ് പാർട്ട് ഓഫ് എ പ്രാങ്ക്, ഒരു പ്രാങ്കിൻ്റെ ഭാഗമായിട്ട്, ഒരു തമാശക്കളിയുടെ ഭാഗമായിട്ട്, വൺ ഫ്രണ്ട്, ഒരു സുഹൃത്ത്, ഇൻസേർട്ടഡ്, തിരുകി എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഇൻസേർട്ടഡ്, തിരുകി. എൻ എയർ പൈപ്പ്, ഒരു എയർ പൈപ്പ് തിരുകി. ഇൻ ടു അനദർ ഫ്രണ്ട്സ് റെക്റ്റം, മറ്റൊരു സുഹൃത്തിൻ്റെ, അനദർ എന്നാൽ മറ്റൊരു സുഹൃത്തിൻ്റെ മലാശയത്തിലേക്ക് ഒരു സുഹൃത്ത് പ്രാങ്കിൻ്റെ ഭാഗമായിട്ട്, തമാശക്കളിയുടെ ഭാഗമായിട്ട് എയർ പൈപ്പ് മലാശയത്തിലേക്ക് തിരുകി കയറ്റി. ഹിസ് ഇൻഡസ്റ്റൻസ്, ഇൻഡസ്റ്റൻ എന്നാൽ അർത്ഥം കുടൽ എന്നുള്ള അർത്ഥമാണ്, ആമാശയം. ഹിസ് ഇൻഡസ്റ്റൻസ്, അദ്ദേഹത്തിൻ്റെ കുടലുകൾ, ബേസ്റ്റ്, പൊട്ടിപ്പോയി എന്നുള്ള അർത്ഥമാണ്. ഉടഞ്ഞു, ഇതാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കുടലുകൾ പൊട്ടിപ്പോയി. ലീഡിങ് ടു ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് ഇത് നയിക്കുന്നു. ദ ഹോറിഫയിങ് ഇൻസിഡൻറ്റ്, ഹോറിഫയിങ് എന്നാൽ ഞെട്ടിപ്പിക്കുന്ന എന്നുള്ള അർത്ഥം. ദിസ് ഹോറിഫയിങ് ഇൻസിഡൻറ്റ്, ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം, ടുക്ക് പ്ലേസ്, സംഭവിച്ചത്, അറ്റ് ദ ബൗദ്ധ്യ നോർത്ത് ജൂട്ട് മിൽ ഇൻ ഉലുബേരിയ, ഉലുബേരിയ എന്നു പേരുള്ള ഈ സ്ഥലത്തെ ഒരു ജൂട്ട് മില്ലിലാണ് ഈ സംഭവം സംഭവിച്ചത്, ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം. പോലീസ് റിപ്പോർട്ടഡ്, പോലീസ് റിപ്പോർട്ട് ചെയ്തു, ദാറ്റ് ദ ഡിസീസ്ഡ്സ് നെയിം, ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ദ ഡിസീസ്ഡ്സ് നെയിം, ഈ മരിച്ചുപോയ വ്യക്തിയുടെ പേര് വാസ് സാബിർ മാലിക് 50, 50 വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം. ഈ മരിച്ചുപോയ വ്യക്തിയുടെ പേര് സാബിർ മാലിക് എന്നാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. ദ ഡിസീസ്ഡ് വർക്കേഴ്സ് വൈഫ്, ഈ മരിച്ചുപോയ ജോലിക്കാരൻ്റെ ഭാര്യ, മമുദ ഖാത്തൂൺ എന്നാണ് പേര്, സ്റ്റേറ്റഡ്, പറഞ്ഞു, ദാറ്റ് അതർ വർക്കേഴ്സ്, മറ്റു ജോലിക്കാർ, റിപ്പീറ്റഡ്ലി, തുടർച്ചയായിട്ട്, ഹരാസ്ഡ് സാബിറിനെ ദ്രോഹിച്ചിരുന്നു, പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ജോക്സ്, തമാശയുടെ പേര് പറഞ്ഞ്, എന്താണ് മറ്റ് ജോലിക്കാർ, ആ മില്ലിലെ മറ്റു ജോലിക്കാർ അദ്ദേഹത്തെ തുടർച്ചയായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാബിർ ഹാഡ് ഇൻഫോംഡ്, സാബിർ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ദ മിൽ അതോറിറ്റീസ് സെവറൽ ടൈംസ് എന്നാൽ ഒരുപാട് പ്രാവശ്യം എന്നാണ് അർത്ഥം. സാബിർ ഒരുപാട് പ്രാവശ്യം മിൽ അതോറിറ്റികളെ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട്, പക്ഷേ, നോ ആക്ഷൻ വാസ് ടേക്കൺ, പക്ഷേ നടപടി എടുത്തില്ല. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം മിൽ അതോറിറ്റികളെ ഈ സംഭവം അറിയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടപടി എടുത്തില്ല. ഷീ ലെമൻറ്റഡ്, ലെമൻറ്റ് എന്നാൽ കരയുക എന്നാണ് അർത്ഥം, ദീനമായി കരയുക. ഷീ ലെമൻറ്റഡ്, അവൾ കരഞ്ഞു, ദാറ്റ് ഇഫ് ദ അതോറിറ്റീസ് ഹാഡ് ഇൻ്റർവീൻ എന്നാൽ ഇടപെടുക എന്നാണ് അർത്ഥം. ഇത് പറഞ്ഞ് അവൾ കരഞ്ഞു. ഇഫ് ദ അതോറിറ്റീസ് ഹാഡ് ഇൻ്റർവീൻഡ്, അധികാരികൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. ദിസ് ട്രാജഡി, ഈ ദുരന്തം, കുഡ് ഹാവ് ബീൻ പ്രിവെൻറ്റഡ്, പ്രിവെൻറ്റ് എന്നാൽ തടയുക എന്നാണ് അർത്ഥം. കുഡ് ഹാവ് ബീൻ പ്രിവെൻറ്റഡ് എന്നാൽ തടയാമായിരുന്നു എന്നാണ് അർത്ഥം. ഇത് പറഞ്ഞുകൊണ്ട് അവൾ വിലപിച്ചു, ആ സ്ത്രീ കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അധികാരികൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം തടയാമായിരുന്നു, അതാണ് അർത്ഥം. ഇഫ് ദ അതോറിറ്റീസ് ഹാഡ് ഇൻ്റർവീൻഡ്, ദിസ് ട്രാജഡി കുഡ് ഹാവ് ബീൻ പ്രിവെൻറ്റഡ്, അധികാരികൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം തടയാൻ സാധിക്കുമായിരുന്നു.
ദ ഡിസീസ് വർക്കേഴ്സ് ഡോട്ടർ. ഈ മരിച്ചുപോയ ജോലിക്കാരൻ്റെ മകൾ ഈസ് എ സെക്കൻഡറി സ്കൂൾ എക്സാം കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ് എന്നാൽ മത്സരാർത്ഥി എന്നാണ് അർത്ഥം. സ്കൂൾ എക്സാം വിദ്യാർത്ഥിയാണ്. സെക്കൻഡറി സ്കൂൾ എക്സാം കാൻഡിഡേറ്റ്. ദ മിൽ അതോറിറ്റീസ്. മിൽ അധികാരികൾ ഹാവ് ലോഡ്ജ്ഡ് എ ജനറൽ ഡയറി വിത്ത് ദ പോലീസ്. ലോഡ്ജ് എന്നാൽ പരാതി സമർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ജനറൽ ഡയറി പോലീസിന് നൽകിയിട്ടുണ്ട്. ഇവർ മിൽ അതോറിറ്റികൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ജനറൽ ഡയറി എന്നാൽ ഇവിടെ ആ കമ്പനിയിലെ ജോലികൾ, അതുപോലെ കമ്പനിയിൽ എപ്പോഴൊക്കെയാണ് ജോലി ചെയ്തത്, അവസാനിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ട്. ദിസ് ബ്രൂട്ടൽ ഇൻസിഡൻറ്റ്. ബ്രൂട്ടൽ എന്ന മൃഗീയമായ എന്നാണ് അർത്ഥം. ഈ മൃഗീയമായ സംഭവം ഹാസ് ലെഫ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ഷോക്ക്. ഈ മൃഗീയമായ സംഭവം ഡോക്ടർമാരെ ഞെട്ടിത്തരിപ്പിച്ചു. സം ഡോക്ടേഴ്സ്. ചില ഡോക്ടർമാർ ഹാവ് കമൻറ്റ് ചെയ്തു ദാറ്റ് സച്ച് കേസസ് ആർ എക്സ്ട്രീംലി റയർ. ഇത്തരത്തിലുള്ള കേസുകൾ വളരെ അപൂർവമാണ്, തികച്ചും അപൂർവമാണെന്ന് ഡോക്ടർമാർ കൊമൻറ്റ് ചെയ്തു. എക്സ്ട്രീംലി എന്നാൽ അങ്ങേയറ്റം, എക്സ്ട്രീംലി റയർ എന്നാൽ വളരെ അപൂർവമായി എന്നാണ് അർത്ഥം. ദി എയർ ഇൻജക്റ്റഡ്. ഈ എയർ കുത്തിവച്ചു. ത്രൂ അതിലൂടെ. ദ റെക്റ്റം മലാശയത്തിലൂടെ കുത്തിവച്ചു, കുത്തി നിറച്ചു. കോസ്റ്റ് ആ കുത്തി നിറച്ചത് കോസ്റ്റ് കാരണമായി. ദി ഇൻറ്റസ്റ്റൈൻസ് ടു റപ്ചർ ആൻഡ് ഇൻ്റർട്വൈൻഡ്. ഇൻ്റർട്വൈൻ എന്നാൽ കൂട്ടിപ്പിണയുക എന്നുള്ള അർത്ഥമാണ്. റപ്ചർ എന്നാൽ ഉടയുക. ഈ എയർ അദ്ദേഹത്തിൻ്റെ ആമാശയത്തിലൂടെ കുത്തിക്കയറ്റി. അത് കാരണമായി അദ്ദേഹത്തിൻ്റെ ഇൻറ്റസ്റ്റൻസ് എന്നാൽ കുടലുകൾ, അദ്ദേഹത്തിൻ്റെ കുടലുകൾ പൊട്ടിപ്പോകാനും അത് കൂട്ടിപ്പിണയാനും, ഈ കുടലുകൾ കൂട്ടിപ്പിണയാനും ഇത് കാരണമായി. കോസ്റ്റ് എന്നാൽ കാരണമായി. ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിന് ശേഷം, ഈ സംഭവത്തെ തുടർന്ന് സാബിർ വാസ് ഫസ്റ്റ് ടേക്കൺ ടു ഉലുബേരിയ ESI ഹോസ്പിറ്റൽ ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. അദ്ദേഹത്തെ ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹത്തെ ഈ പറഞ്ഞിട്ടുള്ള ESI ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വെൻ ഹിസ് കണ്ടീഷൻ വേഴ്സൺ. വേഴ്സൺ എന്നാൽ വഷളാവുക എന്നുള്ള അർത്ഥമാണ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഹിസ് കണ്ടീഷൻ വേഴ്സൺ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായ ആ സമയത്ത് ഹി വാസ് ട്രാൻസ്ഫേർഡ് ടു മനിക്ടല ESI ഹോസ്പിറ്റൽ. അദ്ദേഹത്തെ ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായ സമയത്ത് അവിടെ വെച്ച് ഹി പാസ്ഡ് അവേ. അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടേഴ്സ് സ്റ്റേറ്റഡ്. ഡോക്ടർമാർ പറഞ്ഞു ദാറ്റ് ഹി വാസ് ഇനീഷ്യലി പ്ലേസ്ഡ് ഓൺ എ വെന്റിലേറ്റർ. അദ്ദേഹത്തെ ഒരു വെന്റിലേറ്ററിൽ വച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തിൽ അദ്ദേഹം വെന്റിലേറ്ററിൽ ആയിരുന്നു. എ സ്പെഷ്യൽ മെഷീൻ. ഒരു പ്രത്യേക മെഷീൻ വാസ് ബ്രോട്ട്. കൊണ്ടുവരപ്പെട്ടു. ഇൻ ഫ്രം ദ ITU. ITUവിൽ നിന്നും ഒരു പ്രത്യേക മെഷീൻ കൊണ്ടുവരപ്പെട്ടു. ഇൻറ്റൻസീവ് തെറാപ്പി യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ITU. അവിടെ നിന്നും ഒരു പ്രത്യേക മെഷീൻ കൊണ്ടുവരപ്പെട്ടു. ഇൻറ്റുബേഷൻ ട്രീറ്റ്മെൻറ്റ് വാസ് അറ്റംപ്റ്റഡ്. ഇൻറ്റുബേറ്റ് എന്നാൽ ശ്വസനത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അന്നനാളത്തിലേക്ക് കുഴൽ ഇറക്കി കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിലുള്ള ഒരു മെഷീൻ, അതാണ് ഇൻറ്റുബേഷൻ ട്രീറ്റ്മെൻറ്റ് വാസ് അറ്റംപ്റ്റഡ്. അത് നൽകി. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി. വിത്ത് എ ട്യൂബ് ഇൻസേർട്ടഡ് ത്രൂ ഹിസ് മൗത്ത് ടു സപ്ലൈ ഓക്സിജൻ ബട്ട് ഓൾ എഫേർട്സ് ഫെയിൽഡ്. അദ്ദേഹത്തിൻ്റെ വായയിലൂടെ ഓക്സിജൻ സപ്ലൈ നൽകി. ബട്ട് എന്നിട്ടും പക്ഷേ ഓൾ എഫേർട്സ് എല്ലാ പ്രയത്നങ്ങളും ഫെയിൽഡ് പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രയത്നങ്ങളൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തു, ഇതൊക്കെ ശ്രമിച്ചു, എങ്കിലും എല്ലാം പരാജയപ്പെട്ടു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിൻ്റെ വായയിലൂടെ ഒരു ഓക്സിജൻ സപ്ലൈ നൽകി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം മരണത്തിന് കീഴടങ്ങി.